സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 5 ടെക്നിക്കാണ് ഡിപ്രഷൻ തുരത്താനാണ്. ഒന്നാം ടെക്നിക്കാണ് ഒറ്റയ്ക്ക് എല്ലാം സഹിക്കരുത് എന്നുള്ളത്. അതായത് നമുക്ക് ഒരാളിൽ നിന്നും എല്ലാം മറച്ചു വെക്കുന്നത് പോലെ ഒറ്റയ്ക്ക് എല്ലാം സഹിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് വിശ്വസിക്കാനാവുന്ന സുഹൃത്തിനോട് അല്ലെങ്കിൽ കുടുംബാംഗത്തിനോടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് സൈക്കോളജിസ്റ്റിനോടോ എല്ലാം തുറന്നു പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ചെറിയ ലക്ഷ്യങ്ങൾ തുടങ്ങുക. അതായത് വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതില്ല. ഇന്ന് കിടക്കയിൽ എഴുന്നേൽക്കുക, കുളിക്കുക, 10 മിനിറ്റ് നടക്കുക, ഇങ്ങനെ ചെറിയ ചെറിയ വിജയങ്ങൾ ആത്മവിശ്വാസം പതുക്കെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. മൂന്നാമത്തെ കാര്യമാണ് ശരീരത്തെ ശ്രദ്ധിക്കുക. അതായത് സ്ഥിരമായിട്ടുള്ള ഉറക്കം, അതുപോലെ തന്നെ പോഷകരമായ ആഹാരം, അതുപോലെ തന്നെ ശരീരത്തിന് അനുയോജ്യമായ വ്യായാമം, ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് അത്. ഓക്കെ, അപ്പോൾ ഡിപ്രഷൻ മാറ്റിയില്ലെങ്കിലും നിങ്ങളുടെ ചികിത്സയോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ആ പ്രശ്നം നിന്നും വിട്ടുപോകാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യമാണ് നെഗറ്റീവ് ചിന്തകൾ കൃത്യമായി കരുതരുത്. അതായത് നമ്മൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരിക്കലും ഒരാൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഡിപ്രഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കിത് സിറ്റുവേഷൻ അനുഭവിക്കുന്നോ എന്നൊന്നും പറയാൻ പാടില്ല. കാരണം വെച്ചാൽ അത് ഒരിക്കലും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് സഹായിക്കില്ല, പകരം തളർത്തുകയുള്ളൂ. കഴിയുന്നതും നിങ്ങൾ മറ്റൊരാളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിശ്വാസമുള്ള പരിഹാരം നിർദ്ദേശിക്കുന്ന ആൾക്ക് മാത്രം പറയാം. അല്ലാത്തൊരു വിധത്തിലോടും പറഞ്ഞാൽ അതൊരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം അത്രയും ഒഴിവാക്കാം. അഞ്ചാമത്തതും അവസാനത്തുമായിട്ടുള്ള ഒന്നാണ് ആവശ്യമായപ്പോൾ വിദഗ്ധരെ സഹായം തേടുക. അതായത് നമുക്ക് എല്ലാം ഈ യൂട്യൂബ് വീഡിയോ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ChatGPT കൊണ്ടോ ജെമിനി കൊണ്ടോ ഒന്നും സോൾവ് ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് അറിവുള്ള വ്യക്തിയോട് നമ്മളുടെ പഠനത്തെയോ ജോലിയോ ബന്ധങ്ങളെയോ നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ സഹായം തേടുന്നത് ബലഹീനതയല്ല, പകരം അത് നമ്മളുടെ കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു ആയുധമായി കണ്ടുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അതിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ 5 പോയിന്റ് കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു രോഗമല്ല, രോഗത്തിലേക്ക് നയിക്കുന്ന ലക്ഷണമാണ് എന്നുള്ളതാണ്. ഇത്തരം ലക്ഷണങ്ങളെ കഴിയുന്നതും അകറ്റി നിർത്താൻ ശ്രമിക്കാം. താങ്ക് യു.